നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാനിയെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്ന് വൈകിട്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സംസാരിക്കാനുള്ളതാണ് ഇപ്പോൾ ഞാൻ അർജൻറ്റായിട്ട് ഇതിൽ വന്നത്. മറ്റൊന്നുമല്ല, വെമ്പായം റഷീദ് ചെറിയ പരിചയമൊക്കെ ഉണ്ട്, ലീഗിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടി UDF ഒരു സമരത്തിൽ പോയപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി കെട്ടി. ആ കൊടി വലിച്ചു പറിച്ച് കളഞ്ഞതിന് ശേഷം മലപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റി. അത് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പാകിസ്ഥാനിൽ കൊണ്ട് കെട്ടാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ സങ്കടപ്പെട്ട് പറയുന്നുണ്ട്. ശരിയാണ്, അവൻ്റെ അഭിമാനത്തെ ചോദ്യമാണ്. ഏടോ റഷീദ് ഉൾപ്പെടെ ലീഗിൻ്റെ മണ്ടന്മാരെ, ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്കറിയോ? നിങ്ങൾ തഴമ്പും താടിയും വെച്ച് തൊപ്പിയും വെച്ച് നടക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ഇന്നത്തെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സാഹചര്യം, സർക്കംസ്റ്റൻസ് എന്താണ്? ഇന്നലെ ഉത്തരേന്ത്യയിൽ കൂടി യാത്ര പോയി 2 കന്യാസ്ത്രീകളെ, അവർ കൂടി 2 പെൺകുട്ടികളുണ്ടായെന്ന് പറഞ്ഞിട്ട് അവരകത്തിട്ടേക്കാണ്. അത് ട്രെയിനിൽ വെച്ച് TTR പിടിച്ചിട്ടേ, TTR അറിയിച്ച് റെയിൽവേയിലല്ല അറിയിച്ചത്, സംഘപരിവാർ ആഭിമുഖ്യത്തിലെ സംഘടന അറിയിച്ചു. അവരൊന്നും കൊണ്ടുപോയി അകത്തിട്ടേക്കണത്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങളെ പേര് മാറ്റാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഇവിടെ കുഞ്ഞാലിക്കുട്ടിയോടും ലീഗിൻ്റെ തങ്ങന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളോട് താല്പര്യമില്ല സതീശന്, ആത്മാർത്ഥമായിട്ടുമാണ്. സതീശന് നിങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അൻവറിന് മുന്നിൽ എടുത്തേനെ. എന്തുകൊണ്ട് സതീശൻ അൻവർ എടുക്കാത്തത്? അൻവർ എതിർത്തത് ആരെന്നറിയോ? പിണറായി സഖാവിനെ അല്ല, അതൊന്നും വിഷയമല്ല. സംഘപരിവാറിന് അവർ ചില നീക്കങ്ങളൊക്കെ ശക്തിയുക്തി എതിർത്തു, കാര്യകാരണ സഹിതം. അതിവിടെ കോൺഗ്രസ് ചില നേതാക്കൾക്കും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ കോൺഗ്രസിൽ പല നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പല നേതാക്കളും അന്ന് ആന്റണി പറഞ്ഞ പോലെ പകല് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രാത്രി RSS ആണ്. പല ഉന്നത നേതാക്കളും ഇനി വളരെ അടുത്തിരാവുന്ന നേതാക്കളിലേക്ക് അറിയാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വോട്ട് ബാങ്ക് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ പേര് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നിക്കല്ല, നിങ്ങൾക്ക് പിന്നീട് അത് മനസ്സിലാവുന്നല്ല. ഏതെങ്കിലും മനസ്സിലാക്കുന്ന ബുദ്ധിജീവികൾ ഉണ്ടെങ്കിൽ പറയണം. നിങ്ങളെ പേര് മാറ്റിയിട്ട് നിങ്ങളുടെ നേതൃത്വത്തിൽ മുന്നണി ഉണ്ടാക്കണം. കുഞ്ഞാക്ക, നിങ്ങൾക്ക് പരിചയമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമൊക്കെ ഉള്ള ഇപ്പോഴും വലിയ കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ മുന്നണിയിൽ മുസ്ലിം ലീഗിൻ്റെ മുന്നണിയില്ല, മുസ്ലിം ലീഗിൻ്റെ പേര് മാറ്റിയിട്ട് ഒരു ദേശീയ ധാരയുള്ള പാർട്ടി ഉണ്ടാക്കണം. ആ പാർട്ടിയുടെ മുന്നണിയിൽ നേതൃത്വത്തിൽ നിങ്ങൾ മുന്നണി ഉണ്ടാക്കണം. അത് ധ്രുവത്തിൽ മമ്മൂട്ടി പറഞ്ഞോലെ, നമ്മുടെ കൂടെ നിൽക്കാതെ കുറേ പോലീസ് ഉണ്ടാവില്ലെന്ന് ചോദിച്ചോലെ. ധ്രുവ സിനിമയിലേ എല്ലാവരും വള്ളക്കാരുടെ കൂടെയായിരുന്നു. അപ്പോൾ കുറേ പേരില്ലെന്നല്ലേ, കുറേ പേരുണ്ടാവും. ദളിതുകൾ, ഈഴവർ, നായർ, ക്രിസ്ത്യാനി കുറേ പേരുണ്ടാവും നിങ്ങളുടെ കൂടെ നിൽക്കാൻ. കാരണം ഭരണം വേണമല്ലോ, അവർക്കും അധികാരം കിട്ടുമല്ലോ. എല്ലാവരും അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോ? അപ്പം നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മുന്നണിയാണ് ഇനി വേണ്ടത് കേരളത്തിൽ. ഇത് എന്നാ നിങ്ങൾ ഇനി മനസ്സിലാക്കുക? മഗ്നാക്കാർട്ട പോലെ അവസാനത്തെ പ്രസംഗമാണത്. അത്ര കണ്ട് ഇതാണ്, അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് നാൾ പ്രസംഗിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി AK സെൽ വെച്ച് റിസർച്ച് ചെയ്ത് കണ്ട് 100 കാര്യങ്ങൾ എല്ലാ മുസ്ലിങ്ങളുടെ വീട്ടിലെത്തിക്കണമെന്ന്. ഇടവും മണ്ടന്മാർ നിങ്ങൾ എത്തിക്കണമെന്ന് പറഞ്ഞോളൂ. സംഘപരിവാർ മുസ്ലിം ഒഴിച്ചുള്ള എല്ലാ മനുഷ്യരുടെ ഇന്ത്യയിൽ എത്തിച്ചു കഴിഞ്ഞ വിഷയങ്ങൾ എന്താണ്? മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും 100 ഇരട്ടിയായിട്ട് 9 ഇരട്ടിയായിട്ട് മനസ്സോട് വെറുക്കാൻ വേണ്ടി. പുറത്ത് കാണുമ്പോഴൊക്കെ ചിരിക്കുന്നുണ്ട്, പക്ഷെ അകത്ത് വെറുപ്പൊന്നിരിക്കുകയാണ്, വരുത്തിയിരിക്കുകയാണ്. ജനങ്ങളുടെ കുറ്റമല്ല, അവർ ചെയ്താണ്, അവർ വിശ്വസിച്ചു പോന്നു. നിങ്ങൾ എന്താ പറയുക? നിങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ള 100 പോയിന്റ് എഴുതി പ്രിന്റ് ചെയ്തിട്ട് എല്ലാ മുസ്ലിങ്ങളുടെ വീട്ടിലും എത്തിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗം കേട്ട് നേതാവിന് പേര് ഞാൻ പുറക്കല്ല. നിങ്ങൾ വിചാരിച്ചോളൂ, ഈ സിറ്റിയിൽ പ്രത്യേകത ഉണ്ട്. ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് മറ്റുള്ള ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? നാളെ പോയി നമുക്ക് നോക്കാം എന്ന് ചോദിച്ചിരിക്കും. നാളെ ചെല്ലുമ്പോഴേക്കും അത് കച്ചവടമായിപ്പോണ്ടായാലും തടഞ്ഞാണ്. അതുപോലെയുണ്ട്.
ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ചെയ്തിരിക്കും. അതാണ് സിറ്റിയിലേക്ക് പ്രത്യേകത. അതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളൂ, പക്ഷെ സംഘപരിവാർ ചെയ്തു കഴിഞ്ഞു. എല്ലാ വീടാന്തരം വ്യക്തി ടു വ്യക്തി അവർ പുറത്ത് നടത്തിയിട്ടുണ്ട്. അത് അവർക്ക് അനുകൂലമായിട്ടും മുസ്ലിം സമുദായത്തിന് മാത്രം അപകടമായിട്ടും, അല്ല മറ്റ് ക്രിസ്ത്യൻസ് അവർ ഉൾപ്പെടുത്തിയില്ല. കാരണം അവർ കണക്കിൽപ്പെടുത്തുന്നില്ല. അവർ 2% ക്രിസ്ത്യാനിക്ക് ഇന്ത്യയെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരത് കണക്കെടുത്തില്ല. ദളിതുകൾ കുറച്ച് എണ്ണമുണ്ട്, വല്ല കഴിവുണ്ട്, അവരില്ല. മുസ്ലിങ്ങൾ മാത്രമാണ് അവരുടെ നോട്ടപ്പുള്ളി. അതിന് കാരണമുണ്ട്. അവിടെ നിങ്ങൾ സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മതമാണ് ഇസ്ലാം. സമത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മതമാണ് ഇസ്ലാം. അതാണ് സംഘപരിവാറിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സവർണവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു. തുല്യത എന്നാ പോയില്ലേ? ഇന്നൊരു മഹാൻ ABC ചാനൽ പറയുന്ന ഒരു സംഘകാരുണ്ട്, കാക്കട റഹ്മാൻ അബ്ദുറഹ്മാൻ. അയാളാണ് ജാതി സെൻസസ് അപകടമാണ്. ജാതി സെൻസസ് അപകടം തന്നെയാണ്. ആർക്ക്? ഒരുകൂടി സമ്പന്ന സവർണ വരേണ്യ പദ്ധതി. സാധാരണക്കാരല്ല. 10-12% മുന്നോക്കാരിൽ പ്രത്യേക 2% ബ്രാഹ്മിൻസാണ്. 99% ഉദ്യോഗങ്ങളും പാർലമെന്റൊക്കെ ഉള്ളത്. അത് പോകും. അപ്പോൾ അപകടം തന്നെയല്ലേ? അവരൊക്കെ കാശ് വാങ്ങിയിട്ടാണ് സംഘപരിവാർ വേണ്ടി വാദിക്കുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് 10,000 ആൾക്കാർ പണം കൊടുക്കാറ്. പണവും ആളും അർത്ഥവും. മണി, മീഡിയ, മാഫിയ, ഇത് മൂന്നും സംഘപരിവാറിൻ്റെ കയ്യിൽ ഉണ്ട്. അല്ലെങ്കിൽ BJP ഭരണത്തിനുണ്ട്. അവർ ഭരിക്കാല്ലേ? മണിയുണ്ട്, മീഡിയ ഉണ്ട്, മാഫിയ ഉണ്ട്. എന്ത് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്? ഈ കോൺഗ്രസിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഇപ്പോൾ നാളെ ചോദിച്ചു, ഇന്നലെ ജയശങ്കറൊക്കെ ചോദിച്ചു. കോൺഗ്രസിൽ പണമില്ലല്ലോ, കാരണം 2-3 ടേമായില്ലേ അവിടെ ഇവിടെയും ഭരണമില്ലാതെയിട്ട്. ശരി, പക്ഷെ മുസ്ലിം ലീഗ് നിങ്ങൾ എന്താണ്? നിങ്ങളിത് സ്വപ്നം കണ്ടിരിക്കണം. ആ വെങ്കായം റഷീദിനോട് അവിടുത്തെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സനൽകുമാർ അങ്ങനെ പരസ്യമായിട്ട് മുഖത്തോക്കി പറഞ്ഞെങ്കിൽ ഇത് ആദ്യത്തെ പറച്ചിലല്ല. ഏതാണ്ട് 70 വർഷം മുമ്പ് ഞാനൊക്കെ 5ൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു പരമനായ ആളുണ്ടായിരുന്നു. അത് RSSൽ ആദ്യം ചേർന്ന സമയമാണ്. അദ്ദേഹത്തിന് അന്നൊരു 10-35 വയസ്സുണ്ടാവും. എനിക്കൊരു 5-6 വയസ്സുള്ളൂ. അപ്പോൾ ഈ പരമനായരുടെ വീട് അന്നൊക്കെ വൈക്കപ്പേരാണ്. ഞങ്ങളുടെയൊക്കെ അതെ, അവരൊക്കെ അതെ. അവർ വൈക്കപ്പേര മേയുമ്പോൾ കല്ലേലി പരീത് എന്ന് പറഞ്ഞ ഒരാളാണ്. എൻ്റെ ഒരു അളിയനും കൂടി അത്. പുള്ളി പേരമേൽ വിദഗ്ധനാണ്. അത് ഒരു കുംഭമാസം വരുമ്പോൾ മഴയൊക്കെ മാറും, അപ്പോഴെ പൊളിച്ച് പണി മേയുന്നത്. അങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴെ നിന്ന് എന്തു കൊടുത്ത് വൈക്കിൽ എറിഞ്ഞു കൊടുക്കുകയാണ്. ഉയർച്ചയല്ലേ? അപ്പോൾ പരീത ആൾ അവിടെ നിന്ന് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരുമനായർ താഴെ ഇട്ട് പറയാണ്, എന്നാലും പരുവാപ്പിളൊക്കെ മൂത്തോക്കി എങ്ങനെ കൊല്ലണമെന്ന്. RSS പറഞ്ഞ മുസ്ലിങ്ങളെ കൊല്ലണമെന്നുള്ളതാണല്ലോ. അപ്പോൾ പരീത് പറഞ്ഞ ആൾ അവിടെ നിന്ന് മൂളി. അത് കൂടി ചെയ്യാൻ പറ്റിയ ആൾ പോലുമല്ലേ? 70 വർഷമായിട്ട് കൊല്ലാൻ പറ്റിയില്ല. അയാൾ മരിച്ചു, 2 പേരും മരിച്ചുപോയി. ഇതൊക്കെ ആരംഭഘട്ടം. ഇത് ഘട്ടം വളർന്നു. അന്നത്തെ അറബല്ലെന്ന്. ഇന്ന് സംഘപരിവാർ ഇന്ത്യയിൽ വളരെ ശക്തമായിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബോധ്യം ഉണ്ടോ ഇന്ന് ഭൗതിക ലോകത്തെക്കുറിച്ച്? എന്തെങ്കിലും ബോധമുണ്ടോ? നീ ആരെങ്കിലും ഈ കാക്കന്മാർ, ഈ കാക്കന്മാർ വർഗം പറയാണ്, വർഗത്തിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ ഇന്ന് ഇന്ത്യയിൽ? കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ മുസ്ലിം ലീഗിൻ്റെ പേര് മാറ്റി മുഖ്യധാരയിൽ വരാൻ പറഞ്ഞ് ചേർക്കൂലേ? അവർ അവിടെ നിന്ന് ആ ഇന്ത്യയിൽ കൂടി മലപ്പുറം ലീഗ് ഉണ്ടാക്കി അവസാനം കേരളം കൂടി BJP കയ്യിൽ കൊടുക്കും. പോയിപ്പോൾ എല്ലാം തീർന്നില്ലേ? ഇനി നിങ്ങൾക്ക് എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്താണ് ഈ ഇന്ത്യയിലുള്ള ശക്തിയുള്ളത്? ആകെ മലപ്പുറം ജില്ലയിൽ. അപ്പോൾ അവർ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ എടുത്ത കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണ്ട, ബാക്കി 13 ജില്ല ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് നിങ്ങൾ മുസ്ലിങ്ങൾ മുഴുവൻ സംഘടിക്കുന്ന ആ സംഘപരിവാർ പറഞ്ഞത് നിങ്ങൾ സംഘടിക്ക്, കുഴപ്പമില്ലെന്നേ, എങ്കിലേ ബാക്കിയിട്ട് പോരുള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, മലവെള്ളം ഒഴുകി വരുന്നത് 15 ലിറ്റർ കൊള്ളുന്ന പാത്രം നിറഞ്ഞാൽ പിന്നെ 16 കൊള്ളുമോ? ബാക്കിയെല്ലാം അപ്പുറത്ത് പോകില്ല. അതുപോലെയാണ് നിങ്ങൾ മുഴുവൻ സംഘടിക്കുക, മുഴുവൻ മുസ്ലിം സംഘടിക്കുക, ഒരു കുഴപ്പം സംഘപരിവാറിനില്ല. ബാക്കികൾ ഞങ്ങൾ ഒന്നാവില്ലപ്പേ. അങ്ങനെ ഒന്നൊക്കെ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ പാടുപെടുന്നത് എല്ലാവരും ചേർത്തുകൊടുക്കുകയാണ്. മാനവീയ ഐക്യവേദി, മുസ്ലിം ഐക്യവേദി, ഹിന്ദു ഐക്യവേദി, ദളിത് ഐക്യവേദി അല്ല. ഞങ്ങൾ ഉദ്ദേശിച്ച് മാനവീയ ഐക്യവേദിയാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റ് ചിന്തിച്ച് തന്നെയാണ്. പക്ഷേ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പേടിച്ചു പോയി, തിരിച്ചു പോയില്ലോ. പിണറായി വിജയൻ്റെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ നേതൃത്വം, കേരള നേതൃത്വം പിഴച്ചുപോയി, തെറ്റിപ്പോയി. അപ്പൊ മുസ്ലിം ലീഗ് നിങ്ങൾക്ക് ഒരേ ഒരു വഴിയുള്ളൂ, ഒരേ ഒരു വഴി, ഓൺലി വൺ വേ. അതെന്താണ്? നിങ്ങൾ പേര് മാറ്റിയിട്ട് നിങ്ങളുടെ നേതൃത്വത്തിൽ മുന്നണി ഉണ്ടാക്കണം. ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ ഒരു 4 മുന്നണി ഉണ്ടാക്കിയല്ലോ, ഞങ്ങൾക്ക് ഒന്നുമില്ലാത്തല്ലേ, അത് ഭരിക്കാൻ കിട്ടുന്നില്ല. മതി, നിങ്ങൾക്കല്ല, നിങ്ങൾ മുന്നണി ഉണ്ടാക്കണം. എന്നിട്ട് ഈ ഈഴവാസിൽ നിന്നും, നായിൽ നിന്നും, പുലയിൽ നിന്നും, ക്രിസ്ത്യാനിൽ നിന്നൊക്കെ കുറെ ആൾക്കാർ നിങ്ങളുടെ കൂടെ വരും. അവർക്ക് അധികാരം കിട്ടുമല്ലോ. അപ്പൊ ഏതാണ്ട് 40% ഉണ്ട്, ബാക്കി ഒരു 40% ഉണ്ട് ഭരിക്കാന്നേ. 3 മുന്നണി. ഇപ്പൊ ഇന്നലെ പാലോട് രവി പറഞ്ഞാണ്, ഇപ്പൊ 3 മുന്നണിയായി, തുല്യമായി. ഇതൊക്കെ അറിയാം, തുല്യമായി, സമ്മതിച്ചു. 3 മുന്നണിയാകുമ്പോൾ എത്ര കിട്ടണം ഭരിക്കാൻ? ആകെ 80% വോട്ട് ചെയ്ത്. അതിന് 3 വിഭജിക്കുമ്പോൾ എത്ര വരും? 80ന്റെ 27% വരുന്നത്. അപ്പൊ ഏതാണ്ട് 3% കൂടുതൽ കിട്ടിയാൽ ഭരിക്കാം. അപ്പൊ 30% വോട്ട് കിട്ടിയാൽ ആ മുന്നണിക്ക് ഭരിക്കാം. അപ്പോൾ ചോദിക്കും, മറ്റു 2 മുന്നണി ചേർന്നിട്ട് ഇത് തകർക്കാൻ നോക്കിയാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വേറെ വഴിയാണോ? അപ്പോൾ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റും. അങ്ങനെ ശ്രമിക്കുക. നിങ്ങൾ ഇനി സതീശനെയും അല്ലെങ്കിൽ രമേശിനെയും വിചാരിച്ച അവർ നല്ല തന്നെ പരുങ്ങലിലാണ്. സതീഷ്, രമേശ് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ നില പരുങ്ങലിലാണ്. ഞങ്ങൾക്കൂടെ ഒന്നുമില്ല. ഞങ്ങൾക്ക് എന്ത് വോട്ട് കപ്പാസിറ്റി ഉള്ള വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ എന്താ അവർക്കുള്ളത്? 9% ഉള്ളതിൽ 70% BJPക്കാണ് പോകുന്നത്, സംഘപരിവാറിന് പോകുന്നത്. ബാക്കിയുള്ള നിസ്സാര വോട്ടേ കിട്ടുള്ളൂ അവർക്ക്. അവിടെ അവർ കാര്യം മനസ്സിലാക്കി, ഞങ്ങൾക്കിനി പ്രതീക്ഷയില്ല. ഇനി പ്രതീക്ഷയിൽ ഒരേ വിഭാഗം നിങ്ങൾ മുസ്ലിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം നിങ്ങളുടെ ഭൂരിപക്ഷം എണ്ണം ബാക്കി അപ്പുറത്തുള്ള പുറത്ത് വരുന്ന. എന്നാൽ ഏതാണ്ട് 10-30%, 30% കിടക്കാം. 30% കിട്ടുകൾ ഭരിക്കാം. നിങ്ങൾക്ക് വലിയ മുഖ്യമന്ത്രിയാകാം. പക്ഷെ നിങ്ങൾ ലീഗിൽ നിന്ന് മാറ്റണം, മുസ്ലിം മാറ്റണം. അതാണ് ഞങ്ങൾ പറഞ്ഞ് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ IUML മാറുപോലും ചെയ്യണ്ട, കൊടിയും മാറ്റണ്ട, ചിഹ്നം ഒന്നും മാറ്റണ്ട. ആ മുസ്ലിം എന്ന വീട് മാത്രം മതി. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, മുസ്ലിം ഒരു കുഴപ്പമില്ല. അത് ജാതിപരമായിട്ടാണെങ്കിൽ, ആത്മീയമായിട്ടാണെങ്കിൽ. ഇത് നിങ്ങൾ ഭൗതികമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഭൗതികത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ കുഴപ്പം. ലോകത്ത് ഇത് ഒരു സംഘടനയ്ക്കും ജാതി പേരില്ലെന്ന് ഒരു പാർട്ടിക്കും, രാഷ്ട്രീയ പാർട്ടികൾക്ക് ലോകത്തില്ല, ഇന്ത്യയിലില്ല. ഇന്ത്യ ഏതുള്ള മുസ്ലിം ഏതുള്ള പേരുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ടോ? കേരളത്തിലുണ്ടോ? നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സമുദായത്തെയും ഈ സമൂഹത്തെയും നശിപ്പിക്കുക അടങ്ങോളം തീരുമാനിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് വെങ്കായം റഷ്യയുടെ മുഖത്ത് നോക്കി ചോദിച്ചില്ലേ, പാകിസ്ഥാനിൽ കൊണ്ട് കെട്ടാന്ന്. ഒരു കോൺഗ്രസ്സുകാരാണ്, പുറത്ത് കോൺഗ്രസ്, അകത്ത് RSS ആണല്ലോ. ആ കോൺഗ്രസ്സാണ്. അതാണ് അവസ്ഥ. അങ്ങനെ എത്തി. ടുഡേ ഇന്നലത്തെ കാര്യമാണ്, 100 കൊല്ലം മുമ്പുള്ളല്ല, ഇന്നലത്തെ കാര്യം ചുവട് നടന്നത്. നിങ്ങളിപ്പോഴും മുസ്ലിം ലീഗ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എടോ, നിങ്ങൾ 20% മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ നിങ്ങൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിക്ക് ഓശാന പാടി 6-7 ലക്ഷത്തിൽ ജയിപ്പിച്ച് വിട്ടില്ലോ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്ത്? നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ നിങ്ങളുടെ സമുദായത്തിന് എന്ത് ചെയ്ത്? എന്ത് ചെയ്യാൻ പരിപാടിയുണ്ടോ? ഇത് കന്യാസ്ത്രീകൾ ഇന്ന് അവിടെ പോയിട്ട് അറസ്റ്റ് ചെയ്തിട്ടേക്കാണ്. മുസ്ലിം സ്ഥാപനങ്ങൾക്ക് തകർത്തോണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചോണ്ട് ബുൾഡോസ് വെച്ച്. ഈ കോൺഗ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്തവര് ഈ 2% കത്തോലിക്ക കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ കത്തോലിക്ക കോൺഗ്രസ് എന്ത് ചെയ്യാൻ പറ്റും? രാഹുൽ എന്ത് ചെയ്യാൻ പറ്റും? ബുദ്ധിയില്ലാതെ പോയില്ലേ? ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ 571 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ വയനാട്ടിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ കാലിന്റെ അടിയിൽ, ഇടയിൽ നിന്ന് തെറ്റാണ് ആക്ച്വലി, കാലിന്റെ അടിയിൽ വന്ന് ജയിച്ചു പോയത് ഒരു ആർമാദിക്കരുത്. 7 ലക്ഷം വോട്ട് ഭൂരിപക്ഷമാണ്. ഒരു അസം പാർലമെന്റ് സീറ്റിൽ ജയിച്ചാൽ മതിയെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല, എവിടുന്ന് ജയിച്ചാലും മതി. പക്ഷെ 272 സീറ്റ് വേണ്ട ഭരിക്കണമെങ്കിൽ. ഇത് തന്നെയാണ് സതീഷോടും പറയുന്നത്. ഇത് തന്നെയാണ് കേരളത്തിലും. സതീഷ് എന്ന് ജയിച്ചാൽ മതിയോ? സതീഷ് അവിടെ LDFിനൊക്കെ കപ്പപ്പെട്ട് ഈസ്റ്റായിട്ട് ജയിക്കാൻ പറ്റും. നിങ്ങൾ ജയിച്ചാൽ മതിയോ? 71 സീറ്റ് കിട്ടണ്ടേ? ബാക്കി 70 സീറ്റ് കിട്ടണ്ടേ? ഈ നിലക്കും അത് കിട്ടുമോ? അവിടെയും ചോദിക്കുന്നത്. ഇത് കുറുക്ക് വഴി നോക്കി സമ്പാദിക്കാൻ മാത്രമല്ലാതെ യാതൊരു പോളിസി ഇല്ല. എങ്ങനെയും അധികാരത്തിൽ കയറണമെന്നല്ല വേറെ എന്തെങ്കിലും ലക്ഷ്യം ഈ സതീഷിനോ കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ?
അവർ താഴെ വീണ ഒരു കടലാസ് കുരിഞ്ഞെടുക്കുമോ ഈ കോൺഗ്രസ് കഥധാരികൾ? ഞാൻ നിങ്ങളോട് ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ബേസിൽ അധ്യാപകനാണ്ട് ചെറിയ ഉദാഹരണം തന്നെ വലിയ പോകുള്ളൂ. അല്ലാതെ സഖാക്കളുടെ ഡിവൈഎഫുകാർ പ്രസംഗിക്കുമ്പോൾ അഖില ലോക കാര്യമൊന്നും പറയല്ല. ഞാൻ ജനിച്ചത് ചെമ്പ്രയ്ക്ക് വാഴക്കുളത്താണ്. അത് തടിയിട്ടാറ് കയറിയിട്ട് അവിടെ ഒരു ബാങ്ക് സെക്രട്ടറി ഉണ്ട്, ബീരാങ്കുഞ്ഞെന്ന് പറഞ്ഞ വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല, സാധാരണ മനുഷ്യ തൊഴിലാളിയാണ്. അയാൾ അവിടെ എന്തെല്ലാം പ്രവൃത്തി ദിവസം നടത്തുന്നുണ്ട്. ലോക കാര്യങ്ങളെക്കുറിച്ചും പിന്നെ മറ്റെക്കുറിച്ചും പക്കത്തെക്കുറിച്ചും അതിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നിരന്തരമായിട്ട് 10-20 മെസ്സേജെങ്കിലും അല്ലെങ്കിൽ വാർത്തകളും വരുന്നുണ്ട് ചാനൽ, അവരുടെ ചാനലിൽ. അതുപോലെ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസിന് ആരാന്നാരെങ്കിലും അറിയോ? അതിന് മണ്ഡലം പ്രസിഡന്റ് അവിടെ എന്തെങ്കിലും പ്രവർത്തനമുണ്ടോ? ഇതാണ് എല്ലാ മണ്ഡലത്തിലും. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഈ പാടത്തൻ മക്കളിലാക്കാന്നാണ്. പുള്ളി മരിച്ച്, പുള്ളി ഈ വെറ്റില കൃഷി ചെയ്യുന്നവരാ. അപ്പോൾ വെറ്റിലേക്ക് ആലുവ മാർക്കലും ബാപ്പായും മോനോടി ചെന്നപ്പോൾ നീളം കുടയുണ്ട് കാലിൽ. ഇന്നിപ്പോൾ വെറ്റില് ഭയങ്കര വില. അപ്പോൾ പുള്ളി ചെറുക്കൻ്റെ കാലിൽ കുത്തിയിട്ട് പറയാണ് ഇപ്പോഴുള്ള കുറേ വെറ്റില വേണ്ടത്. അങ്ങനെ വിചാരിച്ച് വെറ്റില ഉണ്ടാവും. വെറ്റിലാണെങ്കിൽ 6-8 മാസം മുമ്പ് ചെറിയ കുഴിച്ചുകൊണ്ടും 1 വർഷം പിടിക്കും വെറ്റില ശരിക്കാവുമ്പോൾ. അതുപോലെ പാലോടി എന്താണ് പുള്ളി പറഞ്ഞറിയോ, ഒന്നും ശ്രമിച്ചില്ല. ഇത് ഈ ഇലക്ഷന് 3-4 മാസമുള്ളൂ അസംബ്ലി പഞ്ചായത്ത്, 8 മാസമുള്ളൂ അസംബ്ലിക്ക്. നേരത്തെ പ്രവർത്തിക്കേണ്ടിരുന്നത് ഇത് നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. നിങ്ങൾ ഇത്രയും കാലം ഭരിച്ചത് ഈ അന്തോണി മരിച്ചുപോയ ഉമ്മൻചാണ്ടി കരുണാകരൻ ഭരിച്ചറിയോ? ഈ 40% മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടി. അത് കുഞ്ഞാക്ക വാങ്ങിച്ചിട്ട് കുഞ്ഞാക്കക്ക് നക്കാപ്പിച്ച കൊടുത്ത് ബാക്കിയെല്ലാം നിങ്ങൾ പങ്കിട്ടെടുത്ത് ഈ സമുദായത്തിനും കൊടുത്തില്ല. സമുദായം ഉണർന്നു. സംഘപരിവാറിന്റെ പുറത്തും കുറേയൊക്കെ സംഘപരിവാറിന്റെ പുറത്തും കൊണ്ട് അവർ ഉണർന്നല്ല, ഇത്ര ഉണർവില്ല. ഉണർന്നു. അവർക്കും ജീവിക്കണം ആക്കുന്നു. നീ സമാധാനമായിട്ട് പോകണം. അന്ധമായ സംഘവിരോധമില്ല അവർക്ക്. അന്ധമായിട്ട് സംഘവിരോധം പറഞ്ഞുകൊണ്ട് കാര്യം നടക്കൂല. അതൊരു സംഘത്തുള്ള യാഥാർത്ഥ്യമായി. ഇനി അതായിട്ട് ഉൾക്കൊണ്ട് പോകാൻ അത്രേ ഉള്ളൂ. അല്ല അന്ധമായ സംഘവിരോധം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? അവരവരുടെ 100 വർഷം കൊണ്ട് അവർ നിസ്വാർത്ഥ സേവനം എന്ന് പറയാം. അവർക്ക് പാർട്ടിയാണ് വലുത്, പല ജാതി മതവും വ്യക്തിയല്ല. കോൺഗ്രസിനോ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു യൂണിറ്റ് ആക്കിയിട്ടല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. എന്തെങ്കിലും പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ? ഈ നക്കാപ്പിച്ച വാങ്ങിച്ച് മുസ്ലിം ലീഗിൻ്റെ കെയർ ഓഫിൽ വോട്ട് വാങ്ങിച്ച് കൊടുത്താണ്. അത് ഇന്ന് ആ സമുദായം ഇന്ന് മനസ്സിലാക്കി. അങ്ങനെ അന്ധമായ RSS വിരോധം സംഘവിരോധം കൊണ്ട് കാര്യം നടക്കില്ല. അത് തന്നോട് പറഞ്ഞ താനെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ താൻ എന്ന് പറയും പോലെ ഇപ്പോൾ വളർന്നിരിക്കുകയാണ് സംഘപരിവാർ. അതുകൊണ്ട് അവരത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ എന്താ ചെയ്യുക? ഉൾക്കൊള്ളുകയും ചെയ്യണം, ഉൾക്കൊള്ളിക്കുകയും ചെയ്യണം. അത് ഞാൻ ഒരു സംഘടനയിൽ ഉൾക്കൊള്ളുകയും എന്നെ അവർ ഒരു സംഘടന എന്നിൽ ഉൾക്കൊള്ളുകയും അവരിൽ ഞാൻ ഉൾക്കൊള്ളിക്കുകയും ചെയ്യണം. അപ്പോഴാണ് വളർച്ച. അപ്പോൾ സംഘപരിവാർ എന്നൊന്നും യാഥാർത്ഥ്യമായി ഇന്ത്യയിൽ. അതിന് കൊഞ്ഞനെ കാണിച്ച ഒരു കാര്യമില്ല. പക്ഷെ മുസ്ലിം ലീഗൊന്നും ഇപ്പോഴും അത് മനസ്സിലാകുന്നില്ല എന്നാണ്. അവരുടെ മുഖ്യ ശത്രു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കുഞ്ഞാക്കോ ഞങ്ങളുടെ മുഖ്യ ശത്രു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ കേരളത്തിലാണെങ്കിൽ വേണമെങ്കിൽ പറയാം ഇന്ത്യയിൽ മുഖ്യ ശത്രു കമ്മ്യൂണിസ്റ്റാണോ? അങ്ങനെ സാധനം ഉണ്ടോ ഇന്ത്യയിൽ? മുഖ്യ ശത്രു ഇവിടെ വേണമെങ്കിൽ BJP ആയിരിക്കണം, അല്ലെങ്കിൽ സംഘപരിവാർ ആയിരിക്കണം. ശത്രുഹിതം കാണാൻ കുഴപ്പമില്ല, അതുകൊണ്ട് അത് മനസ്സിലാക്കണം, എന്ന് വെച്ചാൽ എതിർക്കല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ലീഗ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായിട്ട് ഊന്നി പറയാണ്. ഈ സമുദായ സ്നേഹങ്ങളോടും രാജ്യസ്നേഹങ്ങളോടും പറയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയധാരയിൽ വന്നിട്ട് അടുക്കളമാറി 6 മാസം പഞ്ഞു പറയും. അതുപോലെ അങ്ങനെ പുതിയൊരു ഇത് വരുമ്പോൾ ചെറിയ ക്ഷീണമോ തൽക്കാലം വന്നേക്കാം. പക്ഷെ അത് വളർച്ച കിട്ടും. കുഞ്ഞിന് പനി വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ കുട്ടി കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ പനി മാറുമോ? അപ്പോൾ ഇപ്പോൾ ചെറിയ ക്ഷീണം നിങ്ങൾ പിന്നീട് വലിയ നേട്ടം ഉണ്ടാവും. ഇല്ലെങ്കിൽ 26 ഇലക്ഷൻ കൂടി തീർന്നവും UDF ഭരണം കിട്ടാനും അത് ഉറപ്പ് പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗ് അപ്രസക്തമായി പോകും. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ആ മുസ്ലിം എന്ന പേര് മാറ്റി
ദേശീയധാരയിൽ നിൽക്കുക. ദേശീയധാരയിൽ നിന്ന് എല്ലാവരും കൂടെ നിൽക്കുക. പരമാവധി ആൾക്കാർ കൂടെ നിർത്തുക. അത് വരും ആൾക്കാർ. കാരണം എല്ലാം സംഘപരിവാറിലൊക്കെ എല്ലാ ഹിന്ദുക്കളും പോവില്ല, എല്ലാ ക്രിസ്ത്യാനിയും പോവില്ല, എല്ലാ ഈഴവരും പോവില്ല, അത് ഒരു സ്ഥലത്ത് പോവില്ല. ലോകത്ത് 100% പേരും ഒരു സംഘടനയിലേക്ക് ചെല്ലില്ല, ഒരു മതത്തിൽ പോവില്ല. അത് ലോകനീതിയാണ്, ലോകത്ത് കിടപ്പാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കിട്ടും. അങ്ങനെ കിട്ടിയാലും 30% വോട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഭരിക്കാം, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാം. അവിടെ എല്ലാ സ്കോപ്പുണ്ട്, എല്ലാ സാധ്യതയുണ്ട് ലീഗിന്. പക്ഷെ ആ മുസ്ലിം എന്ന പേര് മാറ്റിയിട്ട് ഒരു ദേശീയധാര, ഈ ഞങ്ങൾക്കൊക്കെ വരുമെന്ന് ഇപ്പോൾ നിങ്ങൾ ദേശീയധാരയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എവിടെ പോകാതെ കോൺഗ്രസ് പോയിട്ട് ഇനി വലിയ കാര്യമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിട്ട് കാര്യമില്ല. കാരണം അവർക്ക് രീതി മാറിപ്പോയി, അവരങ്ങനെ ആക്കിയെടുത്ത്. കാരണം ഇവിടെ ശിവകുമാരൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്തെ ആരോഗ്യമന്ത്രി ശിവകുമാരൊക്കെ എന്നറിയോ, അവിടുത്തെ പോളിസി അറിയോ, അസംബ്ലി ഞങ്ങൾക്ക്, കോർപ്പറേഷൻ നിങ്ങൾക്ക്, എന്ന് BJPക്ക് അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. അത് ഇത്തവണ BJP സ്ഥാനാർത്ഥിയോട് അഡ്ജസ്റ്റ് പോയി, അടുത്ത് ഒറ്റും പോയി കൂട്ടിവെച്ചോണം. അതൊക്കെ ഇന്നിപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റാണ്, കംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നോക്കിയല്ലോ അവിടെ കോർപ്പറേഷൻ അങ്ങനെ ചില മണ്ഡലം ജയിക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു സീറ്റ് നിർത്തൂല, ജയിപ്പി ഈ കണക്കിന് വോട്ട് ചെയ്യുമോ? ഒരു കൊടി വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനെ പറയുകയാണെങ്കിൽ ഈ നിലക്ക് നിങ്ങൾ സ്ഥാനാർത്ഥി അവിടെ ഈ ഭാഗത്ത് നിന്ന് വോട്ട് ജയിക്കുമോ? അതല്ല, നിങ്ങൾ പരമാവധി തോൽപ്പിക്കാൻ നോക്കും. കാര്യം ആരും ഉപാധി വേണ്ട, മുസ്ലിം എന്ന് കേട്ട മാത്രം മതിയല്ല. അവന് ഒരു വർഗീയവാദി ആയാലും പിന്നെ ഏതെങ്കിലും അല്ല, മുസ്ലിമാണോ അവനെ ഒഴിവാക്കുന്ന നടക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വം കാണിച്ചില്ല. അതാണ് മുസ്ലിം ലീഗ്. 77 വർഷം ഇന്ത്യയിൽ എന്ത് ചെയ്തു മുസ്ലിം ലീഗ്? അല്പത്തെട്ട് പോയിട്ട് എത്ര 77 വർഷമായില്ലേ? 77 വർഷം കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റി? ചോദ്യം ഇതാണ്. മുസ്ലിം ലീഗ് വിരോധം പറയുന്നല്ല, മറിച്ച് 45 വർഷം പഴക്കമുള്ള BJP 10 വർഷം 35 വർഷം കൊണ്ട് 34 വർഷം കൊണ്ട് എന്ത് ചെയ്ത് അവർ അധികാരത്തിൽ വന്ന് ഒറ്റക്ക്. അതിനുമുമ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? അതാണ് നിങ്ങളെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേര് ഇട്ടതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ആപത്തും അപകടം. ഈ സമുദായം ചെയ്ത തെറ്റ്. ഇത് പണ്ട് ഉമ്മൂട്ടി സാഹിബ് ലീഗിനെ എതിർത്ത് പോലും ആളില്ല ലീഗ്, അങ്ങനെയല്ല. നമ്മൾ ആ ലീഗ് വിരോധം കൊണ്ടല്ല, നിങ്ങൾ നന്നാകാൻ വേണ്ടിയാ. പഠിക്കുന്ന കുട്ടി അധ്യാപകൻ തല്ലും, അതിനടുത്ത് അധ്യാപകന് സ്നേഹമില്ലെന്നല്ല, ആ കുട്ടി നന്നാകാൻ വേണ്ടിയാ. അത് മുസ്ലിം ലീഗ് തെറ്റിയിരുത്തി വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമുണ്ട്. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകും, നിങ്ങൾക്ക് ഭരണം നടത്താമെന്ന്. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നിങ്ങൾക്ക് ഭരിക്കാം. പോപ്പുലർ ഫ്രണ്ടുകാർ മുസ്ലിം രാജ്യം അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എല്ലാ മറ്റുള്ള സപ്പോർട്ട് ഭരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാണത്. ഇനി എന്താകാനുള്ളത്? ഇത്രയും പരസ്യമായിട്ട് ഒരു ഇത് വെച്ച് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലത്തിൽ നിയോജകമണ്ഡലമാണ് ജില്ല കഴിഞ്ഞാൽ അടുത്തായി പറഞ്ഞത്. ആ നിയോജക മണ്ഡലത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് പോലെ ആള് ഇങ്ങനെ ഓത്ത് നോക്കി പറഞ്ഞില്ല. അവൻ്റെയൊക്കെ ഉള്ളിൽ എന്തായിരിക്കപ്പോൾ? ഇനിയിപ്പോൾ കുഞ്ഞാക്കായി ഒക്കെ വീട്ടിട്ട് സോപ്പിട്ട് അത് പോട്ടെ, സാരമില്ല, അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ സോപ്പിട്ട് പറ്റണ്ട. ഇത് മാറ്റാൻ പറ്റില്ല, അത് അപകടമാണത്. 5-6 മാസമുണ്ട് പാർലമെന്റ് അസംബ്ലി ഇലക്ഷനിലേക്ക്. 8 മാസം വെച്ചോ, 8 മാസം മതി നിങ്ങൾക്ക്. ആ പേരൊന്നും മാറ്റിയിട്ട് നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി ഉണ്ടാക്കുക. അവിടെ നിങ്ങൾക്ക് സാധിക്കും. അപ്പം നിങ്ങളുടെ ഇവരെ കൂടും. ഇവിടെ കുറേ ദളിതുകളുടെ അവർ കൂടും, കുറേ ഈഴവാസ് കൂടും, നായേഴ്സ് കൂടും, ക്രിസ്ത്യൻസ് കൂടും, ദീപരും കുറേ ആൾക്കാർ എല്ലാത്തിനും വരും. നിങ്ങൾക്ക് ഭരണം കൊണ്ടുപോകാം. കാരണം സദാശിവൻ എന്താണ് സതീശന് മുസ്ലിം ലീഗിലോടോ മുസ്ലിം സമുദായത്തോടോ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അൻവർ പറഞ്ഞൊരു പ്രത്യയശാസ്ത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു പോളിസി. ആ പോളിസി ഭയങ്കര വലുതാണ്. ആ പോളിസി കൊണ്ട് മാത്രമാണ് സതീശൻ അൻവർ എടുക്കുന്നത്. അൻവർ മണ്ടത്തിൽ കാണിച്ചത് വേറെ കാര്യം, ഞാൻ പറയാം, ഒരു സംശയമില്ല. അത് പുള്ളി കാണിച്ചു മുഴുവൻ മണ്ടത്തരാണ്. പക്ഷെ ആ മണ്ടത്തരത്തെ തിരുത്തിയിട്ട് കൂടെ നിർത്തിയിരുന്നു. അത് സതീഷ് ചെയ്തില്ല. മുസ്ലിം കുഞ്ഞാക്ക പറഞ്ഞിട്ട് ചെയ്തില്ല. വാസ്തവത്തിൽ അക്കാലത്ത് തങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ തങ്ങൾ കുഞ്ഞാക്കയൊക്കെ വളരെ പാടുപെട്ട് കുറ്റം പറയാൻ പറ്റില്ല. സതീശനും ഒരുത്തരും മാത്രമാണ് അത് സമ്മതിക്കായിരുന്നത്.
അതിനകത്ത് മുസ്ലിം ലീഗ് ഇല്ലാത്ത ഒരു ഭരണം അവർ പ്രതീക്ഷിക്കണം. ഞാൻ ഒരു 3-4 മാസം മുമ്പ് പറഞ്ഞിരുന്നു. അത്ര കണ്ട് രഹസ്യമായിട്ട് ചർച്ച നടന്നതിനൊക്കെ ഫലമായിട്ടാണ് ഈ വിരോധം അവൻ പറഞ്ഞത്. ട്രിവാൻഡ്രത്ത് ഒരു മണ്ഡലം പ്രസിഡന്റ്, കുന്നത്താട് മണ്ഡലം പ്രസിഡന്റ് പോലെയാണ് ഈ പറഞ്ഞ മണ്ഡലം പ്രസിഡന്റ്. ഒരു യൂണിറ്റല്ല, 2 ലക്ഷത്തോളം വോട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ ഒരു മണ്ഡലം എന്നുള്ളത്. അതിലൊരു പ്രസിഡന്റാണ് ഈ പറഞ്ഞത്. പരസ്യമായിട്ട് മുഖത്ത് നോക്കി. ഇനി ഒന്നുമില്ല, വേറെ ആരെങ്കിലും ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഒരു മീറ്റിങ്ങിൽ വന്നാൽ, ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഖാവ് ദിവാകരനുണ്ട്, ദളിത് നേതാവാണ്. പിന്നെ ഈ പള്ളിക്കര ഭാഗത്ത് അല്ലെങ്കിൽ അമ്പലമുകളിൽ യോഗം നടത്തുമ്പോഴേ ഫസ്റ്റ് റോയിൽ കിട്ടിയാലേ ഞാൻ വന്നിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ആ സമയത്ത് പറ്റുമോ ഫസ്റ്റ് റോയിൽ ഇരുത്തി, പിന്നെ വിളിച്ചില്ല. അതുപോലെ ആ കൊടിയെ വെച്ച് ആ സമയത്ത് കൊടി മാറ്റിയിട്ട് പിന്നെ പറയണ്ടേ, സ്നേഹം കൊണ്ട് ചെന്നിട്ട് പിന്നെ പറയണേ ഇതിവിടെ പറ്റില്ല കേട്ടോന്ന്. ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ട് അവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അത്ര കണ്ട് ആഴത്തിൽ ആ വിരോധം ആ കൊടിയുടെ ആളോട് ഉണ്ടായിട്ടില്ലേ പറഞ്ഞത്. ഇനി ലീഗ് നിങ്ങൾക്ക് എന്ത് ബോധ്യമാണ് വരാനുള്ളത്? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഒന്നുമില്ലാതെ കുഴിയിലേക്ക് ആസാമിൽ പോയതുപോലെ പോകണോ? ആസാമിൽ 40% മുസ്ലിങ്ങളുണ്ടായിരുന്നു. ഒരു ഭരണത്തിലും അതിൻ്റെ അകത്തൂരും വന്നിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് പോകണോ? അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഇത് ആസാമല്ല, കേരളമാണ്. ഇവിടെ ബോധമുള്ള ആൾക്കാരുണ്ട്, വോട്ടർമാരുണ്ട്. അവർ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളൊരു മുന്നണി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയായിട്ട് നിർത്തിക്കൊണ്ട് സതീശനൊക്കെ പ്രവർത്തിക്കും മുന്നോട്ട്. അത് സതീശൻ ചെയ്യുമോ? കോൺഗ്രസ് ചെയ്യുമോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ് 95 ലക്ഷം വോട്ടർമാർ പുറത്തെടുക്കാണ്. 1.25 കോടി വോട്ടർമാർ ഞങ്ങളുടെ ഈ പോളിസിയോട്, അവർ മുഴുവൻ മുസ്ലിങ്ങളല്ല, യോജിക്കുന്നതാണ്. 2 പ്രാവശ്യത്തിൽ കൂടുതൽ MLA MP അയാളെ, ഇപ്പം MLA അയാളെ സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ശാരീരികമായിട്ട് പോലും അതിന് എതിർക്കും എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞല്ല, ജനങ്ങൾ സപ്പോർട്ടുണ്ട്. കാരണം എത്ര വർഷം 20, 25, 30, 40, 50 വർഷമായിട്ടും ഈ കൊടി പിടിച്ച് നടക്കുന്നവർക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് നീതിയാണ്? ഇപ്പം പാലോട് രവി MLA ആയി, പ്രസിഡന്റായി, ഒരുപാട് ഡെപ്യൂട്ടി സ്പീക്കർ, എന്നാൽ ഇപ്പോഴും സീറ്റ് കിട്ടില്ലെന്ന് മനസ്സിലായിപ്പോ. അപ്പോൾ അവിടെ പോകണെന്താണ്? അച്ഛൻ മരിക്കാൻ കാലത്ത് മക്കളെ അന്വേഷിക്കുന്ന അച്ഛനാണ്. അച്ഛൻ അന്വേഷിക്കുക. അപ്പോൾ അച്ഛൻ കാര്യം പറയും, മക്കളേത് പോകുന്ന വഴിക്ക് അച്ഛൻ മരിച്ചു കഴിയുമ്പോഴേ ആസത്തിൽ ഒരു ചെറിയ മരത്തിൻ്റെ പൂള് കയറ്റിയൊക്കെ വാങ്ങി. അപ്പോൾ അതൊന്നും ഒരു ചെയ്തുമില്ലാത്ത ഉപകാരമല്ലേ? നട്ടൊന്നും ചിലവില്ലല്ലോ, അടിച്ചു കയറ്റി. ചത്തു കഴിഞ്ഞാൽ ആൾക്കാരെ പോയിട്ട് ആസത്തിൽ കോലടിച്ച് കയറ്റി വന്നതെന്ന് പറഞ്ഞ് മക്കളെ തീയിലാക്കി. അതുപോലെ പാലോട് രവി പോയ പോക്കിന് ഒരു തട്ടുകെട്ടി അതെല്ലാം പോകാൻ തീരുമാനിച്ചു. അപ്പോൾ തട്ടുകെട്ടി വെറുതെ പോകാൻ പറ്റുമോ? അതാണ് കണ്ടത്. 10, 70, 75, 78 വയസ്സായിട്ടുണ്ട് തുടങ്ങിയവർക്ക് എത്ര പ്രാവശ്യം MLA ആയിട്ടുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറായി, DCC പ്രസിഡന്റായി. ഇനി ഈ സ്ഥാനത്ത് കിട്ടില്ല എന്നറിയാം. അപ്പോൾ എന്നാൽ പോണ പോക്കിന് ഒരു ആപ്പ് അടിച്ചിട്ട് പോവാം. ഇപ്പം ചർച്ചയില്ല, അല്ലെങ്കിൽ അത് ചർച്ചയാവും. അല്ലെങ്കിൽ പുള്ളി പാർട്ടി വേറെ ആളെ DC പ്രസിഡന്റ് ആക്കും. ആ പുള്ളി അങ്ങോട്ട് പിന്നെ എന്താണ് അറിയാത്ത അവസ്ഥയിൽ അങ്ങോട്ട് പോകും. ഇതിപ്പോൾ ജനങ്ങൾ അറിയല്ലേ? ഇതാണ് തന്ത്രം. ഇതൊക്കെ മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ മുസ്ലിം ലീഗ് നിങ്ങൾ ചെയ്യുന്നത് വലിയ അപകടത്തിലേക്കാണ്, വലിയ ആപത്തിലേക്കാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പേര് മാറ്റണം. പേര് മാറ്റില്ലെങ്കിൽ അത് അപകടമാണ് എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. ഞാനിത് അർജൻറ്റായിട്ട് വരാൻ കാരണം മുസ്ലിം ലീഗിന് ഇനി ഇതിനേക്കാൾ ഒരു തെളിവ് ഇനി പറയാൻ പറ്റുമോ? ഇത് ഞാൻ ഉണ്ടാക്കിയ തെളിവല്ലല്ലോ. അത് ഞാൻ വീണ്ടും എനിക്ക് മുസ്ലിം ലീഗിനോട് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോടും ഒരു ഇഷ്ടക്കുറവില്ല, ഒരു സമുദായത്തിനും ഇഷ്ടക്കുറവില്ല. ഞാൻ സർവ്വസ്നേഹിയാണ്. മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജനങ്ങളെയും സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാൻ എനിക്ക് എൻ്റെ മനസ്സമ്മതിക്കും. ഞാനൊരു കല്ലെടുത്തൊരു കാക്കയെറിയാൻ നോക്കിയാൽ കൊള്ളില്ല, കാരണം എത്തില്ല. അത്ര മനസ്സെനിക്ക് ഇതാണ്. എനിക്ക് പൂർണ്ണ ബോധ്യം അക്കാര്യത്തില്ല. പറയണേ എനിക്ക് മുസ്ലിം വിരോധം ഉണ്ടായിട്ട് കുഞ്ഞാക്കാട് അസൂയ ഉണ്ടായിട്ടല്ലെന്നേ. എനിക്കത്തെ അസൂയാണ്. നിങ്ങൾക്ക് എവിടെ കിടക്കും, ഞാൻ ഇവിടെ കിടക്കുന്നു.
അപ്പോൾ മുസ്ലിങ്ങളോട് പറയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളെ പേര് മാറ്റി ഒരു നിമിഷവും വേകാതെ നിങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു ബുദ്ധിജീവി കണ്ട് സംസാരിക്കുക. ഈ മൊയ്തീൻ ഷായി കൂട്ടി പറയുന്ന എന്താണ് നോക്ക്, എന്നിട്ട് അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.